ഈ രാജ്യത്തെ RSSഉം BJPയും ഈ വിചാരധാര തെറ്റാണ്, വിചാരധാര ഈ നാട് തള്ളിക്കളയേണ്ടതാണ് എന്നീ ഫ്ലോറിൽ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ആർജമുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ തള്ളിക്കളയും, സംശയം വേണ്ട. വിചാരധാര ഈ രാജ്യത്തിനെതിരാണ്, ഈ രാജ്യത്തിനെതിരാണ് വിചാരധാര, ഈ രാജ്യത്തെ മനുഷ്യരെ വിഭജിക്കുന്നതാണ് എന്ന് പറയാനുള്ള ആർജമുണ്ടോ പ്രിന്റൂര്? ഇല്ലല്ലോ. ഈ രാജ്യത്തെ മനുഷ്യനെ വിഭജിക്കുന്നതാണ്, ഈ രാജ്യത്തെ മനുഷ്യനെ വിഭജിക്കുന്നതാണ് വിചാരധാര എന്ന് പറ. ഈ രാജ്യത്തിനെതിരാണ് വിചാരധാര എന്ന് പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ലല്ലോ. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് വിചാരധാരയെ RSS തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഹിന്ദു മഹാദേവൻ വിചാരധാര എഴുതിയ ആളെയും തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? വിചാരധാരയിൽ ആഭ്യന്തര ഭീഷണികളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്തിന് ഇപ്പോഴും പ്രസക്തി ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ട് ജന്മഭൂമിയിൽ ലേഖനം എഴുതിയത് സഹപ്രാന്ത കാര്യവാഹകമായിട്ടുള്ള ശ്രീ KP രാധാകൃഷ്ണനാണ്. ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അല്ല സാർ, ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഈ കാലം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു പൂജനീയ കോൾവാൾക്കറുടെ ഏതെങ്കിലും പ്രസംഗത്തിലെ അതിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത് പ്രചരിപ്പിക്കല്ലേ? അടർത്തിയെടുത്ത വാക്കൊന്നുമല്ല, വിചാരധാര പ്രിന്റഡ് ഡോക്യുമെന്റ് കിട്ടും. തള്ളി പറയാനുള്ള ആർജമല്ല. അപ്പൊ പ്രിന്റൂന് വിചാരധാര ഈ രാജ്യത്തെ മനുഷ്യരെ വിഭജിക്കുന്നതാണെന്നും രാജ്യവിരുദ്ധമാണെന്നും പറയുന്നതിനുള്ള ആർജമല്ല. അത് വിട് പ്രിന്റോ. പ്പെടുന്നുള്ള പുസ്തകമുണ്ട്, സവർക്കറുടെ പുസ്തകമുണ്ട്, എന്തുമാത്രം പുസ്തകമുണ്ട്. പുസ്തകം നോക്കി പോയാലേ നിങ്ങൾക്ക് തള്ളി പറയാൻ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കയ്യിലെടുത്ത് വെക്കാൻ പ്രിന്റ് ബാക്കി പുസ്തകം ഉണ്ടാവില്ല. പുസ്തകങ്ങൾ തള്ളിപ്പറയാൻ തുടങ്ങിയാൽ പിന്നെ RSS കയ്യിൽ വെക്കാൻ പുസ്തകം ഒന്നും ബാക്കി ഉണ്ടാവില്ല. വേറെ ഒരുപാട് പുസ്തകത്തിൽ ഈ മാതിരി RSS പുസ്തകം കൊണ്ട് ശാഖ കൊണ്ടാണ് RSS മുന്നോട്ട് പോകുന്നത്. ഞങ്ങളൊരു പുസ്തകം വായിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമൊന്നല്ല, അങ്ങനെ പറയല്ലേ? അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസം. നിങ്ങൾ പുസ്തകം വായിക്കുന്നില്ല, എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു പോയിന്റാണ് പ്രിന്റ് പറഞ്ഞത്. പുസ്തകം വായിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം അത് നിങ്ങളെ പ്രശ്നം. ശരി, പ്രിന്റു നമുക്ക് ഈ പോയിന്റിലേക്ക് അതായത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിന്റെ കഥയൊന്നും പറയണ്ട എന്നാണ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ മുതലുള്ള സംഗതികളെ വെച്ച് ഉദാഹരിക്കുന്നത്. ആർഷോയുടെ പ്രസ്ഥാനത്തിലും നൗഷാദ് സാർ യാതൊരു കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൈസ്തവ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഫ്ലോറി എന്ന് പറയുന്ന ഗർഭിണിയെ പട്ടാപ്പകൽ വെടിവെച്ചു വന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവരായ ആളുകളെ ജയിലടച്ച സർക്കാരിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്നാണ്. അപ്പൊ ആർഷോന്റെ പ്രസ്ഥാനമൊന്നും മതവിഭജനാശയത്തിന്റെ പേരിലുള്ള നടപടിയായിരുന്നോ? ഇതൊരു മതവിഭജനാശയത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള നടപടിയായിരുന്നോ? അങ്ങനെ ഈ രാജ്യത്ത് നടപടി നേരിട്ട വിമോചന സമരത്തിൽ 92,000 പേരെ ജയിലടച്ചിട്ടുണ്ട് കേരളത്തിന്റെ ജയിലുകള്. വിമോചന സമരത്തിൽ മന്നത്ത് പത്മനാഭനിലായിരുന്നോ? വിമോചന സമരം കത്തോലിക്കരുടെ സമരമായിരുന്നോ? അല്ല, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ക്രൈസ്തവ വേട്ട നടത്തി? ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് ആർക്കാണ്? ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ നടപടി നേരിട്ടിട്ടുണ്ട്. വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളുകൾ നടപടി നേരിട്ടിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നല്ലോ വിമോചന സമരത്തിനകത്ത്. ആ സമുദായത്തിൽപ്പെട്ട ആളുകളും നടപടി നേരിട്ടിട്ടുണ്ട്. ഈ കണക്ക് മാത്രം എടുത്തുകൊണ്ട് വരല്ലേ? നിങ്ങൾ വേട്ടയാടുന്നത് മതവിഭജനാശയത്തെ മുന്നിൽ വെച്ചിട്ടാണ്. അതാ പ്രശ്നം. ഇവിടെ നിങ്ങളെ മതം പ്രചരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഈ ക്രിസ്ത്യൻ പ്രീസ്റ്റുമാരെ ഈ പുരോഹിതരെ ആക്രമിക്കുന്നത്.